ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 2-3 ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് കുറച്ച് കാലാവസ്ഥയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വൈകുന്നേരം മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്, എറണാകുളം റോഡിലേക്ക്. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ടൊന്ന് പുറത്തുതന്നെ പോയി ഇറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ പോയി നിൽക്കുമ്പോഴാണ് നാളെ ഇപ്പം ജൂൺ 2 സ്കൂൾ ഓർക്കനായി. അതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ്വേയിൽ എന്തൊരു തിരക്കാണെന്ന്. ഒടുക്കത്തെ ആൾക്കാരായിരുന്നു. കാരണം എല്ലാവരും പുതിയ ബാഗും പുസ്തകവും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്വേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രോഡ്വേയിലാകുമ്പോൾ ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ. എല്ലാവിധ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തിരക്ക് നോക്കിയത്. ഇവിടെ മലയാളികളെക്കാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്ന് ബ്രോഡ്വേയിൽ നടക്കാൻ പറഞ്ഞ ഇതില്ല കേട്ടോ, സ്ഥലമില്ല. അത്രക്കും ആൾക്കാരാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഭയങ്കര ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ കാരണം നാളെ ഇപ്പം സ്കൂൾ വർക്കായി, പിള്ളേരെ സാധനങ്ങൾ മേടിക്കണം. ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് തിരക്കില്ല. പിന്നെ ഇഷ്ടമുള്ള യൂണിഫോം തിരക്ക്, ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളും. അതിൻ്റെ അടുത്ത് ആൾക്കാരിങ്ങനെ ബൈക്കിലെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമില്ല. പോകാൻ വേണ്ടി തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ തന്നെ, വഴിയോര കച്ചവടക്കാരിലുകൊണ്ട് തന്നെ മറ്റേ ഉള്ളിൽ വലിയ പീടികയിലേക്കൊന്നും ആൾക്കാർക്ക് കയറാൻ പോലും പറ്റുന്നില്ല. അത്രക്കും ആൾക്കാരെ ഈ സൈഡ് കണ്ട റോഡ് സൈഡിലേക്ക് വിൽക്കുന്ന 200 രൂപ 300 രൂപ ഇതാണ് എടുത്ത് റേഞ്ച്. പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ കുടകളും ബാഗുകളാണ് ഇന്നത്തെ മെയിൻ സെയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പലതരത്തിലുള്ള കുടകളും ബാഗുകളും അവൈലബിൾ ആണ്. കുടകൾക്കൊക്കെ 200 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഇവിടെ തുടങ്ങുന്നത്. അത് വഴിയോര കച്ചവടത്തിലൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. എല്ലാവരും 200 രൂപേൻ്റെ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അത് മുതൽ 800 രൂപ 900 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ട്. ഫാമിലി കുടകൾ എന്നുള്ള മറ്റു ഇഷ്ടംപോലെ കുടകൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അത്രക്കും ആൾക്കാരുണ്ട്. ഇതുവരെ ഇങ്ങനൊരു തിരക്ക് കണ്ടിട്ടില്ല. വഴിയോരത്ത് നല്ലൊരു കച്ചവടം ഇന്ന് സെയിലാവുന്നുണ്ട്. പിന്നെ കാലാവസ്ഥയിൽ നല്ലൊരു മാറ്റം ഇന്ന് വന്നിട്ടുണ്ടല്ലോ. തുടർച്ചയായി 2-3 ദിവസം ഇങ്ങനെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് അതുകൊണ്ട് മഴയൊക്കെ മാറിയതുകൊണ്ട് ഫാമിലീസൊക്കെ നല്ല രീതിയിൽ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര തിരക്ക്. പിന്നെ ആൾക്കാർക്കൊന്നും ഒന്ന് പുറത്ത് 2-3 ദിവസം വീട്ടിലിങ്ങനെ ചടഞ്ഞിരുന്നതുകൊണ്ട് പിള്ളേരൊക്കെ കൂട്ടി ഒന്ന് പുറത്തേക്ക് വന്നതാണ്. എന്താ ആൾക്കാർ കാണുന്നില്ല. മിക്കവരും കുടകൾ തന്നെയാണ് ഇവിടെ പുതിയ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഈ കുടകൾക്കൊക്കെ 300 രൂപ 200 രൂപ അതൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അങ്ങനെ പല രീതിയിലുണ്ട് കുടകൾ. പിന്നെ ഇങ്ങനെ വഴിയോരങ്ങളിൽ മേടിക്കുന്ന 200 രൂപേൻ്റെ കുടക്ക് വല്ല വാറണ്ടിയും പ്രതീക്ഷിച്ചാലും പോകണ്ട. വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. അവനവൻ്റെ റിസ്കിൽ മേടിക്കുക, അത്ര. ഇതെന്തൊരു തിരക്കാണ്. ഇത് ഫുള്ള് എറണാകുളത്തിൻ്റെവരൊന്നുമല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സ്ഥലം കാണാൻ വേണ്ടി വന്നവരും വെക്കേഷൻ കഴിയാൻ പോക്കല്ലേ, അതുകൊണ്ട് തന്നെ. പിന്നെ ഇഷ്ടംപോലെ ചെരുപ്പ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതാണ് ഈ ബ്രോഡ്വേയുടെ പ്രത്യേകത. നമുക്ക് എറണാകുളം ബ്രോഡ്വേയിൽ വന്നാലേ ഒരു പരിചയമില്ല ആരെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ചെറിയ പൈസക്ക് പല സാധനങ്ങളും മേടിക്കാം. എന്താ ഇവിടുന്ന് മഴക്കോട്ട് കൊടുക്കുന്നുണ്ട്. മഴക്കോട്ടിന് 150 രൂപയാണ് കേട്ടോ റേറ്റ്. 100 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഫാമിലി പാക്ക്. 900 രൂപയാണ് ഈ കൊടുക്ക് പറയുന്നത്. 900 രൂപ. അതുപോലെ തന്നെ പല റേറ്റിലും ഇവിടെ കുടകളും നല്ല ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ നടന്നത് കുറച്ച് ഒരു സൈഡിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാർക്കൊക്കെ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രക്കും തിരക്കായതുകൊണ്ട്. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ബ്രോഡ്വേൻ്റെ ഒരു മൂലൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ കുടകൾ തന്നെയാണ് കേട്ടോ. മഴക്കാലമാണല്ലോ, എല്ലാവർക്കും കുടകളാണ് സെയിൽ. പണ്ട് 2-3 ബ്രാൻഡിൻ്റെ കുടകളാണ്. നോക്കിയ ചവറ് പോലെ കുടകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ ബെൽറ്റ്, ടോയ്സ് എല്ലാം ഇവിടെ ലഭ്യമാണ് കേട്ടോ. ചെറിയ റേറ്റിന് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മുടെ തെയ്യത്തിനെല്ലാം പോകുമ്പോൾ നിങ്ങളുടെ ടോയ്സ് ഒക്കെ മേടിക്കുക. ഇപ്പം എന്താ ഇഷ്ടം പോലെ ഇവിടെ വന്നല്ലേ ചെറിയ പൈസക്ക് കാണുമ്പം കൊതിയാവുന്ന മേടിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് കിട്ടാത്ത സാധനങ്ങൾ ഇപ്പം കാണുമ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പണ്ട് നമ്മൾക്ക് ഇപ്പം മേടിക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും പല ചെറുപ്പകാലത്ത്. ചിലപ്പോൾ അന്ന് ആർക്കും സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം വലുതാകുമ്പോഴത്തേക്ക് പിന്നെ അതിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. അതിങ്ങനെ നമ്മൾ കാണും.
അപ്പോൾ കണ്ട് ആസ്വദിക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് ഇതൊക്കെ ഇങ്ങനെ കാണുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ അടുത്ത് വന്നാൽ പാർക്കിംഗ് ആണ് ഭയങ്കര കുഴപ്പമാണ്. മറൈൻ ഡ്രൈവിലൊക്കെ ഒരു പാർക്കിംഗ് സൗകര്യങ്ങൾ മര്യാദയ്ക്കില്ല, അതൊരു ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇപ്പം നമ്മൾ നടന്നിട്ട് ഏകദേശം ശ്രീധർ തിയേറ്ററിനൊക്കെ അടുത്ത് എത്താനായിട്ടുണ്ട്, എൻ്റെ ചുറ്റുമായിട്ട്. അങ്ങനെ ഇപ്പം എന്താ നമ്മൾ ശ്രീധർ തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയേട്ടാ. ശ്രീധർ തിയേറ്ററിൽ നിന്ന് നരിവേട്ടയാണ് കേട്ടോ കളിക്കുന്ന സിനിമ ഷോ ഉള്ളിൽ കളിക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. എന്താ ബെൽറ്റും കാര്യങ്ങളൊക്കെ ചവറ് പോലെ മേടിച്ചിട്ടിട്ട് 50 രൂപ മുതൽ ബെൽറ്റൊക്കെ റേറ്റ് ഉണ്ട്. ഇടുക്കി 100 രൂപേൻ്റെ തുണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് പോവാം. അതായത് ബ്രോഡ്വേന്ന് മറൈൻ ഡ്രൈവ് കായൽ സൈഡിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് ബേപ്പറൈഡ് മാൾ വഴി ഉള്ളിലേക്ക് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. മാളിലൊക്കെ തിരക്ക് കുറവാണ്. പണ്ടത്തെ ഒരു പ്രതാപം ഇന്ന് ഈ മാളുകൾക്കില്ല. കാരണം എല്ലാവരും ലുലു മാളും അങ്ങോട്ടേക്കെല്ലാം പോയി തുടങ്ങിയല്ലോ. അതുകൊണ്ട് ഈ മാളിലൊക്കെ കച്ചവടമൊന്നും കാര്യമായിട്ടില്ല. എന്താ നമ്മളങ്ങനെ കായലിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ബ്രോഡ്വേൻ്റെ ഉള്ളിൽ കറങ്ങുന്നുണ്ടായിരിക്കും. ഇവിടെ ഒന്നും താനും വലിയ തിരക്കൊന്നുമില്ല. എന്താ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം മഴയിലായതുകൊണ്ട് ബോട്ടുകൾ അധികം സഞ്ചാരം പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബോട്ടുകളൊക്കെ ഇങ്ങനെ കരക്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം നടന്ന് ഏകദേശം ഇവിടെ താജ് ഹോട്ടലിൻ്റെ സൈഡ് വഴിയാണ് ഇപ്പം നടക്കുന്നത്. ഏകദേശം ബോട്ട് ചെട്ടി എത്താനായിട്ടുണ്ട്. നമ്മൾ കുറേ ആയി ഇങ്ങനെ നടന്നിട്ട്. സാധാഗതിയിൽ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു റൗണ്ട് നടന്നിട്ട് ഇങ്ങനെ പോകുന്നത്. ഇപ്പം കുറച്ച് മഴയുമായി പിന്നെ അധികം ഇങ്ങോട്ടേക്ക് വരാറില്ല. അങ്ങനെ നമ്മൾ ഇതുവഴി നടന്നു. ഇത് കാണുന്നില്ലേ, ഇതാണ് മഴവിൽ പാലം. ഈ മഴവിൽ പാലത്തിൽ പണ്ടൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. സൈഡിൽ കായലിൻ്റെ വ്യൂവും ബോട്ടിൻ്റെ വ്യൂവും എല്ലായിട്ട് നല്ലൊരു വ്യൂ കിട്ടും. നല്ല ഫോട്ടോ പോയിന്റ് ആയിരുന്നു ഇത്. പക്ഷെ ഇന്ന് അത്ര തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു കാര്യമാണ്. പിന്നെ ആൾക്കാരൊന്നും അധികം ഇങ്ങോട്ടേക്ക് വരുന്നുമില്ല. എന്തായാലും ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈലാണ്. നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നധികം മഴ പെയ്തിട്ടേ ഇല്ലല്ലോ. അധികം നല്ല ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. അവിടുന്ന് ടോപ്പ് നിന്നുള്ള വ്യൂ ആണിത്. ഭയങ്കര അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ മഴവിൽ പാലത്തിൻ്റെ അത് വഴി ഇങ്ങനെ നടന്നു പോകാം. ഇത് കണ്ടോ, ഇത് പണ്ടൊരു സമയത്ത് ഭയങ്കര അടുത്ത ഐസ്ക്രീം പാർലറായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ നല്ലൊരാൾക്കാർ നല്ല കച്ചവടമൊക്കെ നടക്കുന്നത്. ഇന്നൊക്കെ ഇത് പൂട്ടിക്കിടന്നു. കാരണം വെച്ചാൽ ആരും അധികം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്ക് അവിടെയൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. നമ്മളെ ചിത്രമൊക്കെ വരച്ചിരുന്നു ഒരു ഏട്ടനുണ്ട് അവിടെ. അങ്ങനെ അതുവഴി നമ്മളിങ്ങനെ നടന്ന് ഏകദേശം ഇപ്പം ബോട്ട് ചെട്ടി എത്താനായി. ഇത് കണ്ട, ഇത് ഫോർട്ട് കൊച്ചിയിൽ വരുന്നൊരു ഫോട്ടോ ആണ്. ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 10 രൂപ കൊടുത്താൽ ബോട്ടിന്, കേരള സർക്കാർ ബോട്ടിന് നമുക്ക് അങ്ങനെ പോവാം. ഇതാണ് ബോട്ട് ചെട്ടി. ഇതാ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ബോട്ട് ചെട്ടി. എന്താ, ഇത് ബോട്ട് ചെട്ടിൻ്റെ മുൻവശമാണ്. നമ്മളങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം നടന്നിട്ട് ബോട്ട് ചെട്ടിയിലെ KSRTC സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. ഒരു ചെറിയ സ്റ്റാൻഡാണ്. ഇവിടുന്ന് ഏകദേശം കൂടുതലും ബസ് പറവൂര്, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ ബസ്സുകളാണ് ഇവിടുന്ന് പോവാറ് KSRTCൻ്റെ. ഇതാണ് ആ KSRTC സ്റ്റാൻഡ് കേട്ടോ. ഇവിടുന്ന് ഇതിപ്പം ഗുരുവായൂർ ബസ്സാണ്. അങ്ങനെ ഇതാണ് ഈ ബോട്ട് ചെട്ടിയിലെ KSRTC സ്റ്റാൻഡ്. അങ്ങനെ ഇപ്പം നമ്മൾ നടന്ന് ഏകദേശം സുഭാഷ് പാർക്ക് വരെ എത്തി കേട്ടോ. അതായത് ബ്രോഡ്വേന്ന് നടക്കാൻ തുടങ്ങിയതാണ് വ്ളോഗും ചെയ്തുകൊണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം സുഭാഷ് പാർക്ക് എത്തി. സുഭാഷ് പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം 6:30 ഇവിടുത്തെ ലൈറ്റൊക്കെ തെളിച്ചും. നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും അവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് നടക്കാനൊക്കെ ആയിട്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കടലൊക്കെ മേടിച്ച് കുറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ കടലയും കുറച്ച് വ്ളോഗ് ചെയ്യാൻ നല്ല രസമല്ലേ. ഇങ്ങനെ കായൽ തീരത്തൂടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ. സത്യം പറയാൻ ഈ വ്ളോഗിങ് പരിപാടിയില്ലേ, എനിക്ക് നല്ല താല്പര്യമുള്ള പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ്.
അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ മുഖമൊന്നും കാണിക്കാണ്ടില്ല വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സൂപ്പർ സീനറി ഉണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്. ഇത് സുഭാഷ് പാർക്ക് നല്ല കാഴ്ചയാണ്. കായൽ സൈഡിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിച്ച് നല്ല പൊളി വൈബാണ് വൈകുന്നേരം. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പം പക്ഷേ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ മറ്റുള്ളവർ വിചാരിക്കുമെന്നതിൻ്റെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു, ഇങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആൾക്കാരെന്നൊക്കെ വിചാരിക്കട്ടെ. നമുക്കിങ്ങനെ സംസാരിച്ച് ബ്ലോഗൊക്കെ ചെയ്ത് എൻ്റെ മടി മാറ്റിയെടുക്കുക, അതാണ് ഉദ്ദേശം. അങ്ങനെ തൽക്കാലം നമുക്ക് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.